ഹലോ. അപ്പോൾ നമ്മുടെ ഒരുപാട് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ 6 മാസത്തെ ഡയറ്റൊക്കെ ചെയ്ത് എന്താ പറയുക, ഒരു ബോഡി ബിൽഡിങ്ങിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടി ചെയ്തതായിരുന്നു. അങ്ങനെ ഒരു 6 മാസത്തെ ഡയറ്റിലായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈവായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ശരിക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനും നമുക്ക് കിട്ടിയിരുന്ന ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനെന്നുള്ളൊരു ഒരു മൂഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു ടഫായിരുന്നു നമ്മുടെ ഡയറ്റൊക്കെ. ഫസ്റ്റിലത്തെ 2 മാസം നല്ല രസമായിട്ട് നമ്മൾ കളിച്ചുകൊണ്ട് പോയി. പിന്നെ 3-ാമത്തെ മാസത്തേക്ക് എത്തിയപ്പോഴേക്കും നമുക്ക് നല്ലതായിട്ട് ബോഡിക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറ്റെല്ലാം. കാരണം ബോഡിത്തെ ഫാറ്റൊക്കെ അങ്ങനെ വലിഞ്ഞ് പോകും തോറും നമ്മുടെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് ടഫായിരുന്നു നമ്മുടെ വർക്കൗട്ട്, നമ്മുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ്. കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തായിരുന്നു വർക്കൗട്ട്, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഫുഡ്, എന്തായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഫുഡാണ് മെയിൻ. ഫുഡാണ് മെയിൻ സംഭവം. അത് നമ്മൾ കൺട്രോൾ ചെയ്യാതെ നമ്മൾ എന്ത് തല കുത്തി മറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. മെയിൻ സാധനം ഫുഡാണ്. ഫുഡ് കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റിയും സ്ട്രെങ്ത്തും സ്ട്രോങ്ങും ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിക്കാം. ട്രൈ ചെയ്ത് നോക്കാം, 1 മാസം നോക്കാം. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 2-ാമത്തെ മാസത്തേക്ക് കണ്ടിന്യൂ ചാടാം. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 3-ാമത്തെ മാസത്തേക്ക് ചാടാം. ജസ്റ്റ് നിങ്ങൾക്ക് ഇതിനൊക്കെ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് 1 മാസം ട്രൈ ചെയ്ത് നോക്കാം, എന്താണ് നമ്മുടെ ഡയറ്റ് എങ്ങനെ പോയിരുന്നതൊക്കെ. പിന്നെ വർക്കൗട്ട് 2 ടൈം വർക്കൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞില്ല, 2 മാസമൊക്കെ നമുക്ക് നല്ല രസമായിട്ട് അങ്ങനെ ഡയറ്റ് നമ്മൾ ഒരു എഫക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് പോയിരുന്നത്. 3-ാമത്തെ മാസത്തേക്ക് എത്തിയപ്പോഴേക്കും നമ്മുടെ ഡയറ്റ് എഫക്റ്റായി തുടങ്ങി, ബോഡിക്ക് എഫക്റ്റ് കിട്ടി തുടങ്ങി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓരോരോ വീക്കിലും നമ്മളെ ബോഡിക്ക് വരുന്ന ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഓരോരോ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ. അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ഒരു 3 മാസത്തെ ഡയറ്റ് ഒന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 3 മാസത്തിൽ നമ്മളെ മിസ്റ്റർ മലപ്പുറം കഴിഞ്ഞു, മലബാർ കഴിഞ്ഞു, കേരളയ്ക്ക് കിട്ടി, കേരളയ്ക്ക് പോയി, കേരള കഴിഞ്ഞു. പിന്നെ നമ്മൾ മിസ്റ്റർ ഇന്ത്യയുടെ സ്റ്റേജിൽ വരെ കയറാൻ പറ്റിയ വലിയ ഭാഗ്യമാണ്. അതൊരൊറ്റ സീസണിലാണ് നമുക്കിതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഡയറ്റൊക്കെ പൊട്ടി ഒരാഴ്ചയായിട്ട് പൊട്ടി. നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, എന്തൊക്കെ കഴിക്കാൻ, നമുക്ക് കഴിക്കാൻ താല്പര്യമില്ലാത്ത സാധനങ്ങളൊക്കെ കഴിക്കാനൊക്കെ തോന്നും. അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇന്നിപ്പോൾ നോക്കുകയാണ് ഞാൻ, ഈ മൺഡേ മുതൽ ഞാൻ വീണ്ടും ഒരു ഡയറ്റ് പ്ലാൻ തുടങ്ങിയാലോ എന്നുള്ളത്. കാരണം ഡയറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്തിട്ട് നമ്മളെ ബോഡിക്ക് ചേഞ്ച് കാണുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ എന്ത് വാരി വലിച്ച് തിന്നിട്ടും നമ്മൾ എന്ത് തലകുത്തി ജിമ്മിൽ പോയി മറിഞ്ഞിട്ടും ഒരു കാര്യമില്ല. നല്ല കറക്റ്റ് പക്കായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്താൽ കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ബോഡിയിൽ ചേഞ്ച് കാണാൻ പറ്റുള്ളൂ. പിന്നെ സപ്ലിമെൻറ്റ് കാര്യങ്ങൾ അത് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ യൂസ് ചെയ്യണം. വേ പ്രോട്ടീൻ ആയാലും എന്തായാലും നമ്മൾ യൂസ് ചെയ്യണം. അല്ലാതെ നമുക്ക് ഒരു ചേഞ്ച് നമ്മുടെ ബോഡിയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഇനി ഓരോരോ വീഡിയോസ് ഞാൻ അങ്ങനെ ചെയ്യാൻ ചെയ്യും. എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, എന്തൊക്കെ ചെയ്തിരുന്നു, എന്തൊക്കെയായിരുന്നു നമ്മുടെ ഫുഡൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ഫുഡ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഒരു ബൾക്ക് ചെയ്യണം എനിക്ക്. ഞാനിപ്പോൾ ബൾക്കല്ല, ഞാനിപ്പോൾ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തും കഴിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒരു ബിരിയാണി കഴിച്ചിട്ട് വരികയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഇതിൽ എനിക്ക് കൺട്രോളില്ല. ഇനി നല്ല രീതിയിലുള്ള പക്കായിട്ടുള്ള ഒരു ഡയറ്റിൽ ഞാൻ സ്ട്രിക്റ്റായിട്ട് പോവുകയാണ്. കാരണം നമ്മുടെ ബോഡി നമ്മൾ ഇത്രയും ഒരു 6 മാസം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ആ ഒരു ബോഡി ജസ്റ്റ് നമ്മൾ ഡയറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു 15 ദിവസം കൊണ്ട് ഔട്ടായി പോകും. അത്രേ ഉള്ളൂ. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാനും വേണം ഒരു പവർ. അപ്പോൾ ഇപ്പോൾ എല്ലാം പോവുക, അങ്ങനെ എല്ലാം പോയിട്ടൊന്നുമില്ല, സാധനമൊക്കെ ഉണ്ട് നമ്മളെ മേത്ത്. പക്ഷേ ആ ഒരു എന്താ പറയുക, ആ ഒരു പീക്ക് വീക്കിലുണ്ടായിരുന്ന ബോഡി, പീക്ക് വീക്ക് അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ. പീക്ക് വീക്കാണ് സത്യം പറയുക വെച്ചാൽ നമ്മുടെ ബോഡി ചേഞ്ച് ആക്കണത്. പീക്ക് വീക്ക് അതൊരു മാജിക് വീക്ക് തന്നെയായിട്ട് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ലൊരു കോച്ചിനെ സെലക്ട് ചെയ്യുക, നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യുക, വേണ്ട സപ്ലിമെൻറ്റ് കാര്യം കോച്ച് പറഞ്ഞു തരും. അപ്പോൾ അത് ചെയ്താൽ തന്നെ നമ്മളെ ബോഡിക്കുള്ള ചേഞ്ച് നമുക്ക് പക്കയായിട്ട് കിട്ടും. ഏത് മാറാത്ത ബോഡി മാറും എന്നുള്ളത് എനിക്ക് മനസ്സിലായി.
അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അത് സ്ട്രിക്റ്റായിട്ട് കൊണ്ടു നടന്നാൽ മാത്രം. അത്രേ ഉള്ളൂ.